എൻ്റെ പേര് സിജോ എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനിന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ജർമ്മൻ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെടുകയുണ്ടായി. 2024 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ ട്രിപ്പിൾ വിൻ എന്ന പ്രോഗ്രാമിലൂടെ ഒരു ചാൻസ് കിട്ടുകയും ഞാൻ 2023 ജർമ്മൻ പഠനം കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 2 പൊടികളെ പാസ്സാകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ 17 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു. 17 പ്രാവശ്യത്തോളം ഞാൻ തോറ്റുപോയി. പിന്നെ 2024 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2025 ഫെബ്രുവരിയിൽ 3ാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുകയും ഞാൻ എപ്പോഴും എക്സാം എഴുതുമ്പോഴത്തേക്ക് എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 1 മാർക്കിനും 2 മാർക്കിനുമാണ് ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്കിനും 2 മാർക്കിനും ഫെയിലാവുമ്പോൾ എൻ്റെ പ്രോസസ്സിങ് നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യം ജനുവരിയിൽ എക്സാം എഴുതി, അതും തോറ്റു. അതിനുശേഷം പിന്നെ ഫെബ്രുവരിയിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലുമായി ഡേറ്റ് എടുത്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ 2 എക്സാം എഴുതുകയും ആ 2 എക്സാമും നല്ല മാർക്ക് തന്ന് മാതാവ് എന്നെ ജയിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ വിസ പ്രോസസ്സിങ് പെട്ടെന്ന് നടക്കുകയും എനിക്ക് ജൂലൈയിൽ 1-ാം തീയതി എനിക്ക് ജർമ്മനിയിൽ എത്തപ്പെടാനും അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ എപ്പോഴും ഒരു ആത്മവിശ്വാസം നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ കരുതി വെക്കുമായിരുന്നു. കാരണം അത് തോൽക്കുക എന്നല്ല, നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും ജയിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു. എനിക്കെപ്പോഴും ആ എക്സാം സെൻറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായി തന്നെ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം എല്ലാ എക്സാം കഴിയുമ്പോൾ ജയിക്കും എന്നൊരു കോൺഫിഡൻസോടുകൂടിയാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരിക്കലും ഒരു എക്സാമിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ് എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായിരുന്നെങ്കിൽ പോലും എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ തന്ന് ഉപകരിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ എപ്പോഴും ഉള്ളതുകൊണ്ടായിരുന്നു. അത് എനിക്കിവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും മാതാവിൻ്റെ കാശുരൂപവുമായി കയ്യിൽ വെച്ച് പോയി എന്ത് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാലും അത് ഒരു 50% അല്ലെങ്കിൽ ഒരു 75% പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. അത് എനിക്കിവിടെ പ്രത്യേകമായി പറയേണ്ടതുണ്ട്. 17ാമത്തെ പ്രാവശ്യവും ഞാൻ എക്സാം എഴുതി പാസ്സായപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു സന്തോഷം ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായതിന് ശേഷം ഇവിടെ വന്ന് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ഇതുപോലൊരു സാക്ഷ്യം ചെയ്യണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഒത്തിരി പേര് എക്സാം എഴുതാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്കെല്ലാവർക്കും മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ പറ്റും എന്ന് ഞാൻ ഇതിനുള്ളിൽ സാക്ഷ്യപ്പെടുത്തും. ഇതേപോലെ തന്നെ എൻ്റെ ബാച്ചിലെ ഒരുമാതിരിപ്പെട്ട ഒരു 17-18 പേരോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് ഇവിടുന്ന് ജർമ്മനിയിൽ ജോലിക്ക് പോകാൻ തന്നെ പറ്റിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ. പ്രോസസ്സിങ് ഡിലേ ആവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി അത് മാറ്റിപ്പോവുകയും ചെയ്യാറുണ്ട്. ചിലർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അവർക്ക് പല അത്ഭുതങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 23 പേരോളം ഉണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട്. അതിലൊരു 17-18 പേരോളം ഇപ്പോഴും സക്സസ് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മുടെ ഈ കൃപാസനം ഒരു പവർഫുൾ പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാനൊരു ആൺകൊച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രാർത്ഥന എല്ലാ ദിവസങ്ങളെയും കുരിശ് വരയ്ക്കുന്ന സമയങ്ങളിൽ വീടുകളിൽ കുരിശ് വര നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളാരും അങ്ങനെ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ വന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് കുരിശുവരയിൽ സജീവമായി പങ്കെടുക്കാനും പിന്നെ ഞാനിപ്പോൾ ജർമ്മനിയിൽ പോയതിന് ശേഷം എനിക്ക് സ്വന്തമായി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാനും പറ്റിയിട്ടുണ്ട്.
അത് എനിക്കൊരു പോസിറ്റീവ് ഒരു 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 എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് ഒരു 9:30 തൊട്ട് 10 മണി വരെ ഞാൻ എപ്പോഴും കൊന്തയില്ലി കുരിശ് വരച്ച് ബൈബിൾ വായിച്ച് കിടക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതിനോടുകൂടി തന്നെ എല്ലാ വീടുകളിൽ ഇപ്പം വന്നാൽ പോലും കുരിശ് വരയ്ക്കാനൊരു, നമുക്ക് കുരിശ് വര സമയത്തിൽ നമ്മളിപ്പം മാറി നിന്നാൽ പോലും ഓട്ടോമാറ്റിക്കലായിട്ട് അകത്ത് കയറി വരാൻ പറ്റുന്നുണ്ട്, അകത്ത് വന്ന് കുരിശ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ എല്ലാ ഓൺലൈൻ ധ്യാനങ്ങളും, അതേപോലെ എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ആ പ്രാർത്ഥന, അത് തരുന്നൊരു എനർജി ഭയങ്കരമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നാണേലും പുറത്തു നിന്നാണേലും ഒരു ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് രാവിലെ എഴുന്നേറ്റ് ആ പ്രാർത്ഥന കൂടുന്നതിൻ്റെ ഒരു അനുഭവം, അത് എല്ലാ ദിവസവും രാവിലെ ആ പ്രാർത്ഥന കൂടി നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ദിവസത്തിൽ നമ്മൾ ഇപ്പം ഞാനൊരു നേഴ്സായിട്ടൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റും ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റ് നമ്മൾ ആ ഒരു ഡ്യൂട്ടിയിലൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുകയും, കാരണം അവിടെ ഒരു ലാംഗ്വേജ് ഭയങ്കര ഒരു ഘടകമാണ്. കാരണം ഞാനൊരു പുതിയ സ്റ്റാഫും അവിടുത്തെ ആൾക്കാർ വളരെ എക്സ്പീരിയൻസോടുകൂടി അവരുടെ ലാംഗ്വേജ് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പേടി കൂടാതെ അവരോടൊത്ത് നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടമാണ്. ഇവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ടെൻഷൻ കൂടാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. പിന്നെ അവിടെ ഇനിയാണെങ്കിൽ പോലും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എനിക്ക് അവിടെ ഇനി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിനെല്ലാം പവർഫുള്ളായിട്ട് നിൽക്കുന്നത് ഞാനിവിടെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനിയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും തോറും നിങ്ങളുടെ ജീവിതങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൂടാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പൈസയൊന്നും ചിലവാക്കാത്തൊരു വ്യക്തിയായിരുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റത്തോടുകൂടി എൻ്റെ അമ്മയാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കി തന്നത്. കൂടുതലായിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നത് കൂടുതലും നമ്മുടെ വീടിനടുത്തുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയും, അതേപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ആഹാരം വിതരണം ചെയ്തും ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ എല്ലാ പള്ളികളിലും വിതരണം ചെയ്ത്, അത് ഞങ്ങളുടെ ഇടവക പള്ളികളിലും എൻ്റെ വൈഫിൻ്റെ ഹൗസിലുള്ള ഇടവക പള്ളികളിലും വിതരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും കൃപാസനം അമ്മയ്ക്കും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സിജോ എന്ന സഹോദരൻ ശക്തമായും ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത് തൻ്റെ ജീവിതത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ തൻ്റെ ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിന് നൽകിയ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുകയാണ്. 17 പ്രാവശ്യം ഒരേ എക്സാം തന്നെ കണ്ടിന്യൂസ് ആയി എഴുതി പരാജയപ്പെട്ട് അവസാനം ഉടമ്പടിയെടുത്ത്, തൻ്റെ ബാച്ചിലുള്ളവരെല്ലാം തന്നെ ഉടമ്പടിയെടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോയവരാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രേരണ ലഭിക്കുകയും ഉടമ്പടിയെടുത്തപ്പോൾ തൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും അങ്ങനെ 3 മാസത്തിനുള്ളിൽ, നമ്മുടെ 3 മാസക്കാലമാണ് ഉടമ്പടി ചെയ്യേണ്ട നിബന്ധനകൾ പാലിക്കേണ്ട ആദ്യത്തെ ഇനീഷ്യേറ്റീവ് പീരീഡ്. അവിടെ സിജോ കൃത്യമായി പ്രാർത്ഥിക്കുകയും ഈശോയോടും പരിശുദ്ധ അമ്മയോടുള്ള 10 കൽപ്പനയോടുള്ള വിശ്വസ്തത വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം വിശ്വസ്തനാണെന്ന് സിജോയ്ക്ക് തോന്നുകയും സിജോ വിശ്വസ്തനാണെന്ന് ദൈവത്തിന് തോന്നുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി കംപ്ലീറ്റ് ആവുന്നത്. ഇതൊരു 50-50 പ്രോഗ്രാം അല്ല. കാരണം ചിലരെല്ലാം പറയാറുണ്ട് താൻ പാതി ദൈവം പാതി. ഇവിടെ അങ്ങനെയല്ല. ദൈവം കംപ്ലീറ്റായി വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുപോലെ തന്നെ നീ എൻ്റെ മുമ്പേ നടക്കുക എന്ന അബ്രാഹത്തോട് ദൈവം അരുളി ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. സമയ ചുരുക്കത്തിൻ്റെ അമ്മ സിജോയ്ക്ക് 17 പ്രാവശ്യവും തോറ്റുപോയ ആ ഒരു വലിയ അവസ്ഥയിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ എക്സാം പാസ്സാകുവാനും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ കോൺഫിഡൻസ്, 1 മാർക്കിന് ഓരോ പ്രാവശ്യവും തോറ്റുപോകുമ്പോൾ ഈ പരീക്ഷയിൽ
ഞാൻ തോറ്റുപോയാലും ഞാൻ ദൈവത്തെ കൈവിടുകയില്ല എന്നുള്ളൊരു വലിയ ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന വിഷയം. എൻ്റെ വിഷയം എക്സാം പാസ്സാവുക എന്നതിനേക്കാൾ എൻ്റെ വിഷയം ദൈവമാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഷെഡ്യൂൾ സ്ട്രിക്റ്റായിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ 9:30 മുതൽ 10 മണി വരെയുള്ള സമയം അത് ദൈവത്തിനുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ടൈം ഞാൻ ഫോൺ ചെയ്യാനും എൻ്റെ ഷോപ്പിംഗ് അല്ലെങ്കിൽ എൻ്റെ കറങ്ങലിനെല്ലാം എനിക്ക് മറ്റു സമയങ്ങളുള്ളതുപോലെ തന്നെ എൻ്റെ കൃത്യമായ സമയം ഞാൻ ദൈവത്തിനായി കാഴ്ചവെച്ചിരിക്കുന്നു. അങ്ങനെ ചില നിലപാടുകളാണ് നമുക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും, പരീക്ഷകൾ എഴുതുന്ന, ജർമ്മൻ എക്സാമിനായി കാത്തിരിക്കുന്നവരെയും, വിസ പ്രോസസ്സിങ് തടഞ്ഞു നിൽക്കുന്നവരെയും, വിസ റിജക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മക്കളെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സിജോയ്ക്ക് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.